ടീമിൻ്റെ പുറത്തേക്ക് സമരം പോകുന്നു. പ്രത്യേകിച്ച് ഈ എറണാകുളത്ത് നടന്ന ഈ മോർച്ചറിയിൽ ചെന്ന് ബോഡി എടുത്തു കൊണ്ടുപോകുന്ന സമരം എന്ന് പറയുന്നത് വയനാട്ടിൽ വലിയ പ്രക്ഷോഭമുണ്ടായിരുന്നു. വലിയ രീതിയിൽ ആളുകളുടെ വൈകാരികത ഉയർന്നു വന്നിരുന്നു. അതേ ടെമ്പറേച്ചർ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം നടന്നു എന്നുള്ളതാണ് എൻ്റെ വാദം. അവിടെ എന്താ വയനാട്ടിൽ അത്രയും വൈകാരികമായിട്ടുള്ള സമരം നടക്കാനുള്ള കാരണം? അവിടെ റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരു കാട്ടാന വന്ന് ആ കാട്ടാന ഒരാളെ വീട്ടിനകത്തേക്ക് കയറി ഒന്ന് കുത്തിക്കൊല്ലുന്നു എന്നുള്ളതാണ്. ആ റേഡിയോ കോളർ ഘടിപ്പിച്ചിരിക്കുന്നത് എന്താണ്? ആ റേഡിയോ കോളറിലൂടെ ഈ കാട്ടാന അക്രമകാരിയാണ് എന്നും ഈ കാട്ടാനയെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ സംസ്ഥാനവും കർണാടകവും തമ്മിലുള്ള ആശയവിനിമയത്തിലെ പിഴവ് അവിടെ ഉണ്ടായി എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ വൈകാരികമായി ഇതിലും വൈകാരികമായി പ്രതികരിക്കുന്നുണ്ട്. നാട്ടുകാരുണ്ട്, ഈ ബന്ധുക്കളുമുണ്ട്, ഇന്ത്യയിലെ ബന്ധുക്കളുമുണ്ട്. അതൊക്കെ പിന്നീട് വന്നതാണ്. അതൊക്കെ ഓക്കെയാണ്. എനിക്ക് നാട്ടുകാരോടൊപ്പം അല്ലെങ്കിൽ ബന്ധുക്കൾ വൈകാരികമായി പ്രതികരിക്കുന്നതിനോടൊന്നും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അവരങ്ങനെ തന്നെ പ്രതികരിക്കൂ. എൻ്റെ ബന്ധു കൊല്ലപ്പെട്ടാലും ഞാൻ അങ്ങനെ പ്രതികരിക്കുള്ളൂ. പക്ഷേ ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഡീൻ കുര്യാക്കോസും ഇപ്പോൾ മാത്യു കുഴൽനാടനും ഒക്കെ തന്നെയും ഈ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറിയതിന് ശേഷമാണോ കാട്ടാന ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്നത്? ഞാൻ ഈ പ്രതിപക്ഷ നേതാക്കൾ എടുത്തിരിക്കുന്ന തീരുമാനം മൃതദേഹം വലിച്ചു കൊണ്ടുപോയി സമരം ചെയ്യുന്നത് ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. ആളുകളുടെ പ്രശ്നം എന്നുള്ളത് അവിടെ നിലനിൽക്കുന്നു. അവർ പറയുന്ന 5 വർഷത്തോളമായി കാട്ടാന ശല്യമുണ്ട്. അവർക്ക് ഒരു കൃഷിയും നടത്താൻ പറ്റുന്നില്ല. കുറേ ആളുകളെങ്കിലും അവിടെ വീട് വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാലങ്ങളിൽ കാട്ടാന ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്നത് ഒരു വാർത്തയെ അല്ലാതിരുന്നു. ഇപ്പോഴത് വാർത്തയായത് ഈ വയനാട്ടിൽ റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാന വന്ന് വീട്ടിൽ കയറി ആളെ കുത്തിക്കൊല്ലുന്നു. അക്കാര്യത്തിൽ സംസ്ഥാനത്തിൻ്റെയും കർണാടകത്തിൻ്റെയും അലംഭാവം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അതേ ടെമ്പറേച്ചറിൽ നിങ്ങൾക്ക് എറണാകുളത്തും ഒരു സമരം വേണം, കാരണം ഇലക്ഷൻ മറ്റന്നാളാണ് എന്ന് വെക്കിൽ നിങ്ങൾക്ക് പോയി മോർച്ചറിയിൽ കൊണ്ടുപോയി ബോഡി വലിച്ചെടുത്ത് കൊണ്ടുവരുമ്പോൾ ആ മൃതദേഹത്തോടുള്ള ഒരു അനാദരവ്, ആ അനാദരവാണ് അവിടുത്തെ MP മാരും MLA മാരും കാണിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ തിരിച്ച് മൃതദേഹം പിടിച്ചുകൊണ്ട് പോലീസുകാർ കൊണ്ടുപോകുന്നത് ആംബുലൻസിന്റെ ഡോർ പോലും അടയ്ക്കാണ്ടാണ് പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നത്. അതും ബന്ധുക്കളുടെ അടുത്തുനിന്നാണ്. റിപ്പോർട്ട് ചെയ്ത കാര്യം ഞാൻ ആ ദൃശ്യവും കണ്ടു. അതാണ് ഏഷ്യാനെറ്റ് ന്യൂസിനെ പോലുള്ള ടെലിവിഷൻ ചാനലിന്റെ ദൃശ്യം ഇന്നത്തെ രീതിയിൽ ഈ ടെമ്പറേച്ചർ ഉയർത്തിയെടുക്കാൻ. കാരണം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ചെയർമാനാണ് ഇന്നിപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. നമ്മൾ ഇവിടെ ആളുകളുടെ പ്രതികരണത്തെ ആ രൂപത്തിൽ കാണേണ്ടത്. നാട്ടുകാരുടെ പ്രതികരണം, അവരുടെ രോഷത്തിലുള്ള പ്രതികരണം, അവരുടെ കരഞ്ഞുകൊണ്ടുള്ള പ്രതികരണം, അതുകൂടി കണ്ടിരുന്നില്ലേ? ഞാൻ കണ്ടെന്നേ, ഞാൻ പറഞ്ഞല്ലേ, ഞാനൊരു വിഷയത്തെ കാണുന്നതിൻ്റെ ആകത്തുക അനുസരിച്ച് ചെയ്യൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇന്നിപ്പോൾ ഞാനോ സ്മൃതിയോ മരിച്ചു കിടക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മുടെ മൃതദേഹം ആരോ ഒരാൾ വലിച്ചെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകുന്നു എന്ന് വിചാരിക്കുക. പോലീസിനെ സംബന്ധിച്ചിടത്തോളം എന്താ ചെയ്യാൻ കഴിയുക? നമ്മുടെ ആ മൃതദേഹം തിരിച്ച് അവിടെ ഇൻക്വസ്റ്റ് ചെയ്യുന്ന ടേബിളിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉത്തരവാദിത്തം, ക്രമസമാധാന പരിപാലനം പോലീസിന് നിർവഹിക്കേണ്ടതുണ്ട്. സമാധാനപരമായ ബന്ധുക്കളെ അവർ ആ രൂപത്തിൽ സംസാരിച്ച് അവരെ ഒന്ന് അത് മനസ്സിലാക്കി പറ്റില്ല. കാരണം ഇവരുടെ ലക്ഷ്യം വേറെയാണ്. ഇവരുടെ ലക്ഷ്യം രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഒരു 2-3 ജനപ്രതിനിധികൾ ഈ പറയുന്ന ആൾക്കാരെയും കൂട്ടി ഈ രീതിയിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുമ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ബലം പ്രയോഗിക്കേണ്ടി വരും. പോലീസ് ബലം പ്രയോഗിക്കുമ്പോൾ എന്താ ഒരു DCC പ്രസിഡന്റ് ചെയ്യുന്നത്? പോലീസിനെ തുടർച്ചയായി മർദ്ദിക്കുന്നത്. അത് നിങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ കണ്ടിട്ടില്ലേ? അത് നിങ്ങൾ മനോരമ ന്യൂസിൽ കണ്ടിട്ടില്ലേ? ദൃശ്യങ്ങളും പ്രതികരണങ്ങളും നമ്മുടെ മുന്നിലുള്ളത്. വൈകാരികത വെറും രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയരുത്. രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് വൈകാരികത ഇല്ലാതെ എം വി നികേഷ് കുമാർ പെരുമാറുന്നത്. എനിക്ക് വൈകാരികതയുണ്ട്. എനിക്ക് വൈകാരികത അല്ല, എന്റെ വൈകാരികത എന്ന് പറയുന്ന ആ വിഷയത്തിൽ അധിഷ്ഠിതമായ വൈകാരികത. അതായത് പറയുന്നത് പ്രതിപക്ഷം നടത്തുന്ന ഒരു സമരവും ആവശ്യത്തിനുള്ള സമരമല്ല. എല്ലാ സമരങ്ങളെയും എല്ലാ സമരങ്ങളും ഇന്നലെയും ഇന്നും താങ്കൾ പറയുന്നത് ഡീനെതിരെ നടപടി ആയിട്ടില്ലെന്നേ. കോഴിക്കോട് സർവകലാശാലയുടെ കാര്യത്തിനകത്ത് ഞാൻ എന്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. സ്മൃതിയുടെ നിലപാടുമായിട്ട് അത് ചേർന്ന് പോകുന്നതായിരിക്കില്ല. എന്റെ നിലപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനെ അളവിനനുസരിച്ചല്ല കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അളവിൽ കുറഞ്ഞ അളവിന്റെ ആധിക്യം
എന്താണ് എന്ന് സംബന്ധിച്ച് ഇതാരാ അളക്കുന്നത്, നിങ്ങൾ ഒരു സർക്കാർ വിരുദ്ധ ടെലിവിഷൻ ചാനലോ അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധ പത്രമോ പറയുന്നത് അതേപോലെ ദൃശ്യങ്ങളെടുത്ത് വരികളെടുത്ത് പറയുമ്പോൾ എനിക്കത് എക്സ്പോസ് ചെയ്യേണ്ടി വരും. അത്രേ ഉള്ളൂ. എന്ത് എക്സ്പോസ് അതെന്താ ചെയ്യുന്നതാണ് സാർ? പറയുന്നത്? അത് ശരിയായ പ്രയോഗമല്ല. ഞങ്ങൾ ശരിയായ പ്രയോഗം, അല്ലല്ല, തെറ്റായ ഞങ്ങൾ- പ്രയോഗമെന്ന് സ്മൃതി അല്ലല്ല. തീരുമാനിച്ചിട്ട് സ്മൃതി ഇവിടെ വന്ന് പറയരുത്. എം വി നികേഷ് കുമാർ തീരുമാനിച്ചിട്ട് എന്റെ അടുത്ത് വേണ്ട, പറയരുത്. വേണ്ട, ഒറ്റ കാര്യമേ ഉള്ളൂ. വേണ്ട. ഞങ്ങൾ കാണുന്ന ദൃശ്യങ്ങൾ, ഞങ്ങൾ കേൾക്കുന്ന ശബ്ദങ്ങൾ, ഞങ്ങൾ കേൾക്കുന്ന പ്രതികരണങ്ങൾ ഒന്നും ശരിയായതല്ല. ഞാൻ കാണുന്നത് അല്ല, ഞാൻ മാത്രമാണ്. പറയുന്നത് ഒരേ അച്ചിൽ വാർത്ത നിലപാട് മാത്രം എടുക്കുകയും ഒരേ നിലപാട് മാത്രം എടുക്കുകയും ഒരേ പക്ഷത്തിന്റെ നിലപാടെടുക്കുകയും ചെയ്യുന്നതാണോ വിഷയാധിഷ്ഠിതമായ നിലപാടെടുക്കുകയാണ് ചെയ്യുന്നതെന്ന് ജനം തീരുമാനിക്കട്ടെ. ജനം ജനം തന്നെയാണ് കാണുന്നത്. പ്രേക്ഷകരാണ്. ജനം കാണുന്നുണ്ട്. അല്ല, ഇതിൽ നമ്മുടെ ചർച്ചാ വിഷയം എന്താണ്? നമ്മുടെ പ്രതിപക്ഷം തെരുവിലോ എന്നുള്ളതാണ്. തെരുവിലാണ്. ആ തെരുവിൽ നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവർക്ക് രാഷ്ട്രീയ ലാഭം വേണം. അതിൽ മാഡത്തിന് വിയോജിപ്പില്ലല്ലോ. ഇല്ല, ഞാൻ ഓരോ വിഷയത്തിലും വരുന്ന ആളുകളുടെ പ്രതികരണങ്ങൾ എടുത്ത് മാത്രമാണ്. നേതാക്കളുടെ പ്രതികരണം ഞാൻ കൂട്ടിയാറാണ്. നേതാക്കൾ പറഞ്ഞു അല്ല, എന്നല്ലേ അതാ പറഞ്ഞത്. പറഞ്ഞത്. നേതാക്കൾ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. നേതാക്കൾ പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല പറഞ്ഞ മാത്രമല്ലല്ലോ ഞാൻ പറഞ്ഞത്. മുഹമ്മദ് റിയാസ് പറഞ്ഞത് കൂടി ഞാൻ പറഞ്ഞില്ലേ? അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? രമേശ് ചെന്നിത്തല പറഞ്ഞ കാര്യം വളരെ ആധികാരികമായി സ്മൃതി പരുത്തിക്കാട് അവതരിപ്പിക്കുന്നത്. ഞാൻ ആധികാരികമായി എന്ന് പറഞ്ഞില്ല. അദ്ദേഹം അത് പറഞ്ഞു. എനിക്കും അതൊരു ശരിയായ സമീപനമായി തോന്നി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അതാണ് പ്രശ്നം. അതായത് ആധികാരികമാണെന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഞങ്ങൾക്ക് ശമ്പളം ആദ്യം പോരട്ടെ, ബാക്കി സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം പിന്നീട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അത് കുറച്ചുകൂടി ഞങ്ങൾക്ക് ഈ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കിട്ടുന്ന മുറയ്ക്ക് മതി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് നന്നാവുമായിരുന്നു എന്നല്ലേ സ്മൃതി പരുത്തിക്കാട് പറഞ്ഞത്. വേണമെങ്കിൽ നമുക്ക് റിവൈൻഡ് ചെയ്യാം. അപ്പോ നിങ്ങൾക്ക് ഇത്തരം ഈ പറയുന്ന വെറും ഒരു പെരിഫറൽ ആയിട്ടുള്ള ഉപരിപ്ലവമായിട്ടുള്ള ആരെങ്കിലും സ്വാധീനിക്കാൻ കഴിയുമെങ്കിൽ കഴിഞ്ഞോട്ടെ. ശരിയായ സമീപനമല്ല. അവനവന്റെ അഭിപ്രായം പറയാം. ഞാൻ എന്റെ അഭിപ്രായം പറയുന്നു. വീട്ടിൽ പോലല്ല. അതാണല്ലോ ഓരോരുത്തർ അഭിപ്രായമല്ലേ പറയുന്നത്. വിയോജിക്കൊക്കെ ചെയ്യാം. പക്ഷെ നിങ്ങൾ ഏഷ്യാനെറ്റ് കാണുന്നു, നിങ്ങൾ മനോരമ എടുത്തു പറയുന്നു എന്ന രൂപത്തിൽ വിമർശനം ചെയ്യുന്നത് ശരിയല്ല. അത് ശരിയല്ല. ശരിയായ വിമർശന രീതിയല്ല. നിങ്ങളെയൊക്കെ സ്വാധീനിക്കുന്നതാണ് ആര് കാണിക്കുന്നതാണ് എന്ന് സംബന്ധിച്ച് എം വി നികേഷ് കുമാറിനെ സ്വാധീനിക്കുന്ന ദേശാഭിമാനിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ദേശാഭിമാനിയിൽ കാണിച്ചതോ അല്ലെങ്കിൽ കൈരളിയിൽ കാണിച്ചതോ അല്ലെങ്കിൽ ദേശാഭിമാനിയിൽ വായിച്ചതോ ആയിട്ടുള്ള കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒരു ചാനലിലെ അഭിപ്രായമായി പറയുന്നുണ്ടെങ്കിൽ സ്മൃതി പറഞ്ഞോളൂ. അല്ല, പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഒരു പക്ഷത്തെ മാത്രം പിന്തുണച്ചുകൊണ്ടാണ് പറയാറുള്ളത്. പ്രതിപക്ഷം തെരുവിൽ ഇറങ്ങിയിരിക്കുന്ന വിഷയങ്ങൾ ഏതാണ്? ആ വിഷയത്തിൽ ആളുകൾ എങ്ങനെ പ്രതികരിച്ചിരിക്കുന്നു, ജനം എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതാണോ? അത് താങ്കൾക്ക് എപ്പോ വേണമെങ്കിലും പറയാം. ഞാൻ എല്ലാ കാലത്തും ഏത് സർക്കാരാണോ ആ സർക്കാരുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇത് എന്റെ 10-23 കൊല്ലമായിട്ടുള്ള എന്റെ ഈ ജോലിയുമായി ബന്ധപ്പെട്ട് കാണുന്നവർക്കറിയാം. അല്ലാണ്ട് ഞാനോ ഏതെങ്കിലും ഒരു പക്ഷം നിൽക്കുന്നതല്ല. അല്ല, ഇനിയിപ്പോ നാളെ കോൺഗ്രസ് ഭരിക്കാൻ വന്നാലും കാണാമല്ലോ. നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ. Meet the editors.